Assalamualaikum warahmatullahi wabarakatuh. മർഹബം ബിക്കും ഗൾഫ് അറബിക് മാസ്റ്റർ. എല്ലാവർക്കും ഗൾഫ് അറബിക് മാസ്റ്ററിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറച്ച് കാലത്തൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. കുറച്ച് കാര്യങ്ങളുമായിട്ട് തിരക്കിലായതുകൊണ്ട് വരാൻ പറ്റില്ല. നമ്മളൊരു ട്രാൻസ്ലേഷൻ്റെ ഒരു സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് തുടരാൻ പറ്റിയില്ല. സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ചില തിരക്ക് കാരണം ആണ് ഇങ്ങനെ ലാഗ് ചെയ്ത് പോരാനുണ്ടായ കാരണം. ഏതായാലും ഇന്ന് ഒരു സന്ദേശ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. നമ്മുടെ ചാനൽ ഗൾഫ് അറബിക് മാസ്റ്റർ 1000 സബ്സ്ക്രിപ്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടും സഹകരണത്തോടും കൂടി. അപ്പോൾ വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. ഒരു 5-6 മാസമായി നമ്മുടെ ഈ ഗൾഫ് അറബിക് മാസ്റ്റർ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു 6 മാസത്തെ കാലാവധിക്കുള്ളിൽ നമ്മൾ ഏകദേശം ഒരു 40ഓളം വീഡിയോകൾ ചെയ്യുവാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ആവാൻ പറ്റി. അതുപോലെ തന്നെ ചാനൽ ഇപ്പോൾ 1000 സബ്സ്ക്രിപ്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു സപ്പോർട്ടും സഹായവും ഒക്കെ ഇനിയും ഭാവിയിലും തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്പോക്കൺ അറബിക്കിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികൾ. ഉദാഹരണത്തിന് നമ്മൾ വാട്ട്, വൈ പോലത്തെ സംഗതികളുണ്ടല്ലോ. വാട്ട്, വൈ, വെൻ, വേർ എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള ചോദ്യങ്ങൾ. എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം അറബിക്കിൽ, സ്പോക്കൺ അറബിക്കിൽ ഉപയോഗിക്കുന്ന അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലുള്ള എന്തൊക്കെയാണ് അതിന് അറബിക്കിൽ, സ്പോക്കൺ അറബിക്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ, UAE മാത്രമല്ല ഈ GCC രാജ്യങ്ങളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പിന്നെ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ആരെങ്കിലും ഗൾഫ് അറബിക് മാസ്റ്റർ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുമൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ഗൾഫ് അറബിക് മാസ്റ്റർ. നമ്മൾ സ്പോക്കൺ അറബിക്കിലെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യമായിട്ട് വാട്ട് അതായത് എന്താണ് അറബിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന, സാധാരണമായിട്ട് സ്പോക്കൺ അറബിക്കിൽ ഉപയോഗിക്കുന്ന പദം എന്താണ് എന്ന് നോക്കാം. ഏഷ് എന്നാണ് നമ്മൾ സാധാരണ അറബിക്കിൽ സ്പോക്കൺ അറബിക്കിൽ യൂസ് ചെയ്യുന്നത്. ഏഷ് അല്ലെങ്കിൽ ഏഷ് അല്ലെങ്കിൽ ഷുനു. ഫോർ എക്സാമ്പിൾ, ഏഷുസ്മക്, അതല്ലെങ്കിൽ ഷുനുസ്മക്. ഇത് രണ്ടിൻ്റെയും അർത്ഥം സെയിം ആണ്. ഏഷുസ്മക് ഓർ ഷുനുസ്മക് മീൻസ് അതായത് വാട്ട്സ് യുവർ നെയിം, താങ്കളുടെ പേരെന്താണ്. ഫോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മലയാളത്തിലാണെങ്കിൽ നമ്മളെന്താ പറയുക, താങ്കളുടെ പേരെന്താണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ പരസ്പരം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള സാധാരണക്കാരുമായിട്ട് മാർക്കറ്റിലോ മറ്റൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ഉപയോഗിക്കാറ്? നിങ്ങളുടെ പേരെന്താ എന്നല്ലേ, ജസ്റ്റ് അങ്ങനെയല്ലേ ചോദിക്കുകയുള്ളൂ. നിങ്ങളുടെ പേരെന്താ അത്രയല്ലേ ചോദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഫോർമലായിട്ടുള്ള, അതായത് പിന്നെ സാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളിൽ ഒഫീഷ്യൽ അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ ജസ്റ്റ് ഏഷ്യൂസ്മക്
അല്ലെങ്കിൽ ഷുനുസ്മക്, അതായത് വാട്ട് ഇസ് യുവർ നെയിം, വാട്ട് ഇസ് യുവർ നെയിം. നമ്മൾ ആദ്യമായിട്ട് പഠിച്ച സംഗതിയാണ് ബേസിക് ആയിട്ടുള്ളത് വാട്ട്, അല്ലെങ്കിൽ എന്ത് എന്നതിന് അറബിയിൽ പറയുന്ന പദങ്ങൾ. ഒന്ന് ഏഷ് അല്ലെങ്കിൽ ഷുനു, ഏഷ് ഓർ ഷുനു, നമ്മളത് പഠിച്ചു. ഇനി അടുത്തതായിട്ട് ഉപയോഗിക്കുന്ന നമുക്ക് പഠിക്കാൻ പോകുന്നത് വേർ, അതായത് എവിടെ. എവിടെ എന്നതിന് എങ്ങനെ നമുക്ക് അറബിയിൽ ചോദിക്കാൻ പറ്റുന്നു? എവിടെ എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് എയിൻ ഓർ വെയിൻ. വെയിൻ. ഇപ്പോൾ മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഐന എന്നാണ് മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിൽ ഉപയോഗിക്കുന്ന പദം, ഐന. സ്പോക്കൺ അറബിക്കാണെങ്കിൽ കൊളോക്കിയൽ സ്റ്റൈലാണെങ്കിൽ വെയിൻ ഓർ എയിൻ. സോ വെയിൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഒരു ഒരു ഉദാഹരണം പറയാം. വേർ ഇസ് യുവർ ഹോം, വേർ ഇസ് യുവർ ഹോം, അതായത് താങ്കളുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വീട് എവിടെയാണ് എന്ന് ചോദിക്കില്ലേ. നിങ്ങളെ വീട് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ, നോർമലായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളെ വീട് എവിടെയാണ്. അപ്പോൾ അതിന് സമാനമായിട്ട് നമുക്ക് ഇംഗ്ലീഷിലും അറബിക്കിലും എന്താണ് പ്രയോഗിക്കുക, എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. വേർ ഇസ് യുവർ നെയിം. അപ്പോൾ അറബിക്കിൽ ഞാൻ പറഞ്ഞു എയിൻ അല്ലേ, അല്ലെങ്കിൽ വെയിൻ. വെയിൻ ബെയ്ത്തുക്, വെയിൻ ബെയ്ത്തുക്, വെയിൻ ബെയ്ത്തുക് ഓർ എയിൻ ബെയ്ത്തുക്. ഈ പറയുന്നത് തന്നെ, പക്ഷെ ഞാൻ നേരത്തെ നമ്മൾ വാട്ട്സ് യുവർ നെയിം എന്ന പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം അറബിക്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആണിനോടും അതുപോലെ പുരുഷനോടോ സ്ത്രീയോ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പുരുഷനോടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഷൂ ഇസ് മക്ക്, അല്ലേ, ഷൂ ഇസ് മക്ക്, വാട്ട്സ് യുവർ നെയിം. അത് സ്ത്രീയോടാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏഷ്യസ്മക് ക എന്നുള്ളത് സ്ത്രീയോടാണെങ്കിൽ ഏഷ്യസ്മക്കി കി എന്നുള്ളതായിരിക്കും. അപ്പം ഏഷ്യസ്മക് സ്ത്രീയോടാണെങ്കിൽ ഏഷ്യസ്മക്കി, ഏഷ്യസ്മക്കി, ഏഷ്യസ്മക്കി എന്നുള്ള ഒരു ശബ്ദമാണ് വരിക. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. ഞാനത് ജസ്റ്റ് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വേർ ഇസ് യുവർ ഹോം, വെയിൻ ബെയ്ത്തുക് പുരുഷനോടാണെങ്കിൽ. അതുതന്നെ സ്ത്രീയോടാണെങ്കിൽ വെയിന ബൈത്തിക്ക്, വെയിന ബൈത്തിക്ക്, വെയിന ബൈത്തിക്ക്. അതായത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ് വെർ ഈസ് ദ എയർപോർട്ട്, വെർ ഈസ് ദ എയർപോർട്ട്, എവിടെയാണ് എയർപോർട്ട്, എയർപോർട്ട് എവിടെയാണ്. നമ്മൾ അറബിയിൽ എങ്ങനെ ചോദിക്കാൻ പറ്റും? വെയിനൽ മഥാർ, വെയിനൽ മഥാർ, വെയിനൽ മഥാർ. സിമ്പിളാണ് അല്ലേ. വെർ ഈസ് ദ എയർപോർട്ട്, വെയിനൽ മഥാർ. അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു വഴിയിലൊക്കെ പെട്ട് നമുക്ക് എയർപോർട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി ഒരാരെയും ചോദിക്കുകയാണ്. അപ്പം നമ്മൾ അറബിയിൽ എങ്ങനെ ചോദിക്കുക? അസ്സലാമു അലൈക്കും. സലാം, ആദ്യം സലാം പറയണം അല്ലേ. അസ്സലാമു അലൈക്കും, മിൻ ഫദ്ലക്, പ്ലീസ്, പ്ലീസ് എന്നുള്ള അറബിയിൽ നമ്മൾ പ്ലീസ് എന്ന് പറയുമ്പോൾ മിൻ ഫദ്ലക്, മിൻ ഫദ്ലക്, വെനൽ മഥാർ, വെനൽ മച്ചാർ, മത്താർ ഹനാക്, മത്താർ ഖരീബ് ഹിന, എയർപോർട്ട് ഈസ് നിയർ ഹിയർ. അങ്ങനെ എയർപോർട്ട് ഈസ് ബഈദ്, അൽമത്താർ ബഈദ് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അറബിയിൽ പിന്നെ എവിടെയാണ് എന്നുള്ളത് ചോദിക്കുന്നതിനുള്ളത് നമ്മൾ മനസ്സിലാക്കി. വെയിൻ അല്ലേ. അപ്പം നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചില കോണ്ടെക്സ്റ്റുകൾ ഞാൻ പറഞ്ഞു മാത്രം. ഇപ്പം നമ്മൾ വാട്ട് പഠിച്ചു, അതായത് വാട്ടിന് ഏഷ്, പിന്നെ അതുപോലെ തന്നെ വെയിൻ, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതാണ് വെൻ. വെൻ അറബിക്കിൽ ഉപയോഗിക്കുന്ന പദമാണ് മത്ത, മഥ. അത് മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിൽ നമ്മൾ പ്രൊണൗൺസിയേഷൻ വരുമ്പോൾ മഥ എന്ന് പറയും. അതല്ല ഒരു കൊളോക്കിയൽ സ്റ്റൈലാണെങ്കിൽ മെച്ച, മെച്ച എന്ന് പറയും.
മറ്റേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ when is your vacation? when is your vacation? മറ്റേ ഉത്ലത്ത്, മറ്റേ ഉത്ലത്ത്. അത് പുരുഷനോടാണെങ്കിൽ മറ്റേ ഉത്ലക്ക്. ഇത് സ്ത്രീയോടാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അത് വെച്ചിട്ട് സ്ത്രീയോടാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ നമ്മൾ when is your vacation എന്ന് ചോദിക്കുക, എപ്പോഴാണ് നിങ്ങളെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം? മറ്റേ ഉത്ലത്തിക്ക്, മറ്റേ ഉത്ലത്തി അങ്ങനെ പറയാം. മറ്റേ ഉത്ലത്തിക്ക്, മറ്റേ ഉത്ലത്തിക്ക്, മറ്റേ ഉത്ലത്തിക്ക്. when is your vacation starts എന്ന് എങ്ങനെയായിരിക്കും പറയുക എന്നാലോചിക്കുക. when is your vacation starts? متى يبدأ عطلتك? متى يبدأ عطلتك? സ്ത്രീയോടാണെങ്കിൽ മറ്റേ ഉത്തലച്ചിക്ക്, ഈ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പുരുഷനും സ്ത്രീയാണെങ്കിൽ ചിലപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് സെയിം ആണെങ്കിൽ കൂടിയിട്ട് ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഈ പഠിക്കാനുള്ള നമുക്ക് വൈ ആണ്. വൈക്ക് നമ്മൾ സാധാരണയായിട്ട് അറബിക്കിൽ കൊളക്കൽ അറബിക്കിൽ ഉപയോഗിക്കുന്നതാണ് ലേഷ്. മോഡേൺ സ്റ്റാൻഡ് അറബിക്കിലാണെങ്കിൽ ലിമാദ എന്നാണ് ശരിക്കുള്ള പദം. പക്ഷേ നമ്മൾ കൊളക്കൽ അറബിക്കിൽ ഉപയോഗിക്കുമ്പോൾ ലേഷ് എന്നാണ് ഉപയോഗിക്കുന്നത്. ലേഷ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ why are you angry എന്ന് ചോദിക്കുക. അപ്പോൾ ഒരാളോട് why are you angry? അപ്പോൾ അത് സമാനമായിട്ട് അറബിക്കിൽ ലീഷ് സലാൻ അൻസ്. അത് സ്ത്രീയോടാണെങ്കിലോ ലീഷ് സലാൻ അൻസി. അപ്പോൾ ആ ഒരു ചെറിയൊരു വേരിയേഷൻ ലേഷ്. അത് മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് ആണെങ്കിൽ ലിമാദ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഞാൻ കൂടുതലായിട്ട് ലാഗ് ചെയ്യുന്നില്ല. ലാഗ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആകുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഇങ്ങനെയുള്ളൊരു സ്പോക്കൺ അറബിക്കിൻ്റെ തരത്തിലുള്ള പരിചയപ്പെടുത്തുന്നൊക്കെ ഒരു മാക്സിമം 5 മുതൽ 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും പിന്നെ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മുമ്പായിട്ട് ഒന്നും കൂടി ഒന്ന് ഓർമ്മിക്കുക എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത്. ഒന്ന് വാട്ട് എന്ന് പറയുന്നത് അല്ലേ, അറബിയിൽ വാട്ട് എന്ന് പറയുന്നത് ഒന്ന് ഷൂ ഓർ ഷുനു. മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിലാണെങ്കിൽ മാദ എന്നാണ് മാദ എന്ന് പറയും. പിന്നുള്ളത് വെൻ എന്നുള്ളതിന് മറ്റ എന്ന് പറയും. പിന്നെ വൈ എന്നുള്ളതിന് കൊളക്കൽ അറബിക്കിൽ ലേഷ്. മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിലാണെങ്കിൽ ലിമാദ. പിന്നെ വേർ എന്നുള്ളതിന് വെയിൻ എന്നുള്ളതിന് എയിൻ ഓർ വെയിൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ച 2 സംഗതി യെസ് ഓർ നോട്ട് അല്ലേ. യെസ് ആണെങ്കിൽ ഐവ ഓർ മാഷ്. ഐവ. ഓക്കെ എന്നുള്ളതിനാണ് കേട്ടോ കോമണായിട്ട്. ഓക്കെ എന്നുള്ളത് പറയുകയാണെങ്കിൽ ഓക്കെ മാഷി. അപ്പോൾ നിങ്ങൾ കോമണായിട്ട് നമ്മൾ അറിയില്ല ഓക്കെ യെസ് ദാറ്റ്സ് ഓക്കെ. ഇതിന് കോമണായിട്ട് വരുന്ന മാഷി. പിന്നെ അതുപോലെ നോ എന്നുള്ളതിന് ല അല്ലെങ്കിൽ മൂവ് ഓർ ല. അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക്കായിട്ട് അറബിയിൽ സംസാരിക്കാനുള്ള ചോദിക്കേണ്ട ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് മനസ്സിലായി കാണും. അപ്പോൾ അത് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ നമ്മൾ ആ ഭാഷ ശരിക്കും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് പ്രയോഗിക്കണം. നിത്യജീവിതത്തിൽ പ്രയോഗിച്ചെങ്കിലേ നമുക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. നമ്മളെ ഭാഷ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അറബികളൊക്കെ പുറത്തിറങ്ങി പിന്നെ ഇപ്പോൾ ഗൾഫിലൊക്കെ വന്ന ആളുകളാണെങ്കിലൊക്കെ അറബികൾ അവസരം കിട്ടുമ്പോഴൊക്കെ ചോദിക്കുക. ഈ ഒരു ചോദ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവരെ കണ്ട് സലാമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് തുടങ്ങുക. അപ്പോൾ ഈ പദങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക.
അപ്പം ഈ പറഞ്ഞ സംഗതികൾ ജസ്റ്റ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അറബിക്കിൽ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. എല്ലാ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള ഐഡിയകളോ ആശയങ്ങളോ ഇതിനിങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ട്, അപ്പോൾ കുറച്ച് സംഗതികൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ, ഒരു ചെറിയ പരിമിതിക്കുള്ളിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ താല്പര്യമുള്ള ആൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും മറ്റുള്ള എല്ലാവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്, ഉപകാരപ്രദമായിട്ടുള്ള സ്പോക്കൺ അറബിക് മേഖലയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. ശുക്രൻ ജസീലൻ. മഅസ്സലാമ.